ഈ സിംറ്റംസ് ഒരാൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ, അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി അക്സെപ്റ്റഡുമാണ്, ജനറലി സേഫുമാണ്. അതായത് വളരെ ചെറിയ ഡോസിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺസ് സപ്ലിമെൻറ്റ് ചെയ്യുന്ന തെറാപ്പിയാണത്. ഓറലി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വജൈനൽ ഡ്രൈനസ് ഒക്കെ കൂടുതലുള്ള സ്ത്രീകൾക്ക് വജൈനൽ ക്രീമായിട്ടും ഇത് കൊടുക്കാറുണ്ട്. പിന്നെ ഹോട്ട് ഫ്ലാഷസ്, നൈറ്റ് സ്വെറ്റ്സ് പോലെയുള്ള സിംറ്റംസ് ഉള്ളപ്പം നമ്മൾ ബോഡീനെ കഴിയുന്നതും കൂളായിട്ട് വെക്കാൻ ശ്രമിക്കുക. ധാരാളം വെള്ളം കുടിക്കുക, ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ഇടുക, റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ ഇതൊക്കെ ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതുകൂടാതെ റെഗുലർ എക്സസൈസും ഒരു ബാലൻസ്ഡ് ഡയറ്റും ഒക്കെ ഈ മെനോപോസ് റിലേറ്റഡ് സിംറ്റംസിനെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫൈറ്റോ ഈസ്ട്രജൻസ് അല്ലെങ്കിൽ ഈസ്ട്രജൻ പോലെയുള്ള പ്ലാന്റ് പ്രൊഡക്ട്സ് ഉള്ള ഫുഡുകൾ, ഐസോഫ്ലാവോൺസ്, ലിഗ്നാൻസ് എന്നൊക്കെ പറയുന്ന ചില കമ്പോണൻസിനെയാണ് നമ്മൾ ഈ ഫൈറ്റോ ഈസ്ട്രജൻസ് പറയുന്നത്. ഇത് ധാരാളമുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ്: സോയാബീൻസ്, പരിപ്പുകൾ, കടല, അതുപോലെയുള്ള ഭക്ഷണങ്ങളിൽ ഐസോഫ്ലാവോൺസ് ഉണ്ട്. അതുപോലെ ഫ്ലാക്സ് സീഡുകൾ, ചില ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതിലൊക്കെ ധാരാളം ലിഗ്നിൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നതും ഒരു പരിധിവരെ ഈ മെനോപോസിൻ്റെ സിംറ്റംസിനെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്.